ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ ശക്തി നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എന്തേലും പറഞ്ഞായിരുന്നു? നമ്മുടെ ശക്തി നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. എന്നോട് പറഞ്ഞേ. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം ഒരു കുടുംബം പ്രാർത്ഥനയിൽ വളരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥിക്കാത്തൊരു കുടുംബത്തിന് ഈ കാലഘട്ടത്തിലെ ദുരന്തങ്ങളെയും ദുഃഖങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രാർത്ഥിക്കാത്തൊരു കുടുംബത്തിന് ദൈവാനുഭവമില്ല. പ്രാർത്ഥിക്കാത്തൊരു ജീവിതത്തിന് ഈ കാലഘട്ടത്തിലെ പ്രയാസങ്ങളെ നേരിടാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒത്തിരി മക്കൾ പ്രയാസത്തിലാണ്, അഗാധമായ പ്രയാസങ്ങളുടെ നടുവിലാണ് മനുഷ്യർ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം നമുക്ക് കേട്ടാൽ നമ്മൾ ബോധം മറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന വിധത്തിലുള്ള പ്രയാസങ്ങളാണ് മനുഷ്യർക്കുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ഭയാനകമായ പ്രയാസങ്ങളുടെ നടുവിലാണ് മനുഷ്യർ പോകുന്നതെന്നറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമേ ഇത് സിനിമയാണോ കഥയാണോ എന്നൊക്കെ നമ്മൾ അവിശ്വസിക്കുന്ന വിധത്തിലാണ്. എനിക്ക് പലരും എല്ലാവരുടെയും സ്വകാര്യത ആയതുകൊണ്ട് ഇതുപോലെ മൈക്കിലൂടെ ഒന്നും പറയാൻ അത് നല്ലതല്ലല്ലോ എന്നോർത്ത് ഞാനത് പങ്കുവെക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തുമാത്രം പ്രയാസങ്ങളിലാണ് മനുഷ്യർ. സത്യം പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ അങ്ങ് ജീവിച്ച് പോന്നേ ഉള്ളൂ. നമുക്ക് ഈ ധ്യാനത്തിനൊക്കെ വരുന്ന ആളുകൾ അവർ പറയുന്ന ഒരു ഹൃദയത്തിൽ അവരുടെ വേദന സൂക്ഷിക്കുന്നത് പറയുന്നത് കേട്ടാൽ ഇവയെ നമ്മൾ എന്നെ ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആഴമായ പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സങ്കീർണമാവുകയാണ് പ്രശ്നങ്ങൾ. ഇപ്പം നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളോ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെയോ തലമുറയിലെയോ പ്രതിസന്ധികളല്ല ഇന്നത്തെ മക്കൾ അനുഭവിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളുടെ പ്രായം മുതലേ വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നങ്ങൾ. അത് ചില പ്രത്യേക മേഖലകൾ മാത്രമല്ല. അതായത് ചിന്താഗതികളൊക്കെ മാറിപ്പോയി അല്ലേ? എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് മാറിപ്പോയി. ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഉദ്ദിഷ്ടകാര്യ പ്രാപ്തിക്കായി ഒരു ഭാര്യയും ഭർത്താവും 2 പേരെ മുറിച്ച് നരബലി നടത്തിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് മനുഷ്യനിപ്പോൾ ആ വഴിക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. നമുക്കത് ഒരു അസാധാരണ സംഭവമല്ലാതായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഞാനതുകൊണ്ട് ഇപ്പം ജ്യൂസൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ മാറുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് പറയുന്ന പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മൾ അന്ധാളിച്ചു പോവും. ഇപ്പം ലോകം അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഓർത്തിനി അതിലേക്കൊക്കെ പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ വിവരിച്ച് നമ്മുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാത്ത ഒരു കുടുംബത്തിന് നിലനിൽക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മുൻപ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ്. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? നിക്ഷേപമാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നത് നിക്ഷേപമായിട്ട് കാണണം. ഇപ്പം നമ്മൾ ഡിസംബർ 1-ാം തീയതി 10,000 രൂപ ബാങ്കിലിട്ടു, ഡിസംബർ 2-ാം തീയതി 10,000 രൂപ ഇട്ടു. അങ്ങനെ 30 ദിവസം, ഡിസംബർ 30, 31 വരെ 31 ദിവസം 10,000 രൂപ വീതം ഇട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടാവും? ഞാൻ കണക്കിന് തോറ്റ ആളാണ്, നിങ്ങളതുകൊണ്ട് എന്നോട് ഉത്തരം പറയണം. എനിക്ക് ഇത്രയും വലിയ കണക്കൊന്നും കൂട്ടാനുള്ള ത്രാണിയില്ല. 31 ദിവസം നിങ്ങൾ ഡെയിലി 10,000 രൂപ വീതം ബാങ്കിലിട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും? 31 ലക്ഷമാണോ മോളെ? നീ തെറ്റിച്ച് പറയരുത്. 3 ലക്ഷമാണോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണക്കിന് തോറ്റ ആളാണ്, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഏത് കണക്ക് പറഞ്ഞാലും തെറ്റും. അതുകൊണ്ട് അപ്പോൾ ഏതായാലും 31-ാം തീയതി ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് 3 ലക്ഷമോ 3,10,000 31 ലക്ഷമോ എത്ര ആയാലും അതവിടെ ഉണ്ടാവും.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പാഴായി പോകുന്നില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നു എന്ന് പറഞ്ഞ, പ്രാർത്ഥനകൾ പാഴായി പോകുന്നു. പ്രാർത്ഥനകൾ പാഴായി പോവില്ല എന്ന് പറഞ്ഞേ, പ്രാർത്ഥനകൾ പാഴായി പോവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവം എന്തോരം കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുക, അതെവിടെ പോയി? അതെവിടെയും പോയിട്ടില്ല. അതെവിടെ കിടപ്പുണ്ട്? അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപമായിട്ട് കിടപ്പുണ്ട്. നമ്മൾ എന്ത് നിക്ഷേപിച്ചാലും അത് നമുക്ക് പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കിട്ടും. നിക്ഷേപങ്ങളുടെ പ്രത്യേകത അതാണ്. അതായത് നമ്മൾ നിക്ഷേപിക്കുന്നത് നമുക്ക് കാലാന്തരത്തിൽ തിരിച്ചു കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ആലോചിക്കാറുണ്ട്, എപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് ഞാനിങ്ങനെ ഈ വഴിക്കൊന്നും തിരിഞ്ഞ് വരേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും വരേണ്ട ഒരാളേ അല്ല. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവമേ, ദൈവവചനം പ്രഘോഷിക്കാൻ വർഷത്തിലെ 365 ദിവസവും കർത്താവിൻ്റെ വചനമായിട്ട് യാത്ര ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു, ഭാഗ്യമാണ്. അപ്പോൾ ഞാനത് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആരുടെ പ്രാർത്ഥനയാണ്? ഞാൻ എപ്പോഴും ഓർക്കുന്നത് എൻ്റെ വല്യമ്മ, അപ്പൻ്റെ അമ്മ 102 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. 102 വയസ്സ്. ഞാൻ ഈ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ്, കോവിഡൊക്കെ ആയിരുന്നുകൊണ്ട് കാണാൻ പോകാൻ പറ്റില്ലായിരുന്നു. മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് അങ്ങനെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് പരാതി കുറച്ചിൽ കൂടുതലായപ്പോൾ ഞാൻ ആദർശച്ചനെയും കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം പോയി അവിടെ ചെന്ന്, അമ്മച്ചി വയ്യാതെ, തീരെ വയ്യ, മരിക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം ചെന്നിരിക്കുമ്പോഴും അമ്മച്ചി ദൈവത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ് അമ്മച്ചിയുടെ തലയ്ക്കകത്ത് മുഴുവൻ. അപ്പോൾ ഈ വളരെ ചെറുപ്പം മുതലേ ഞാൻ ഓർക്കുന്നുണ്ട്. തീരെ ചെറുപ്പമായിരുന്ന കാലം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ കട്ടിലിരുന്ന് തലയിലൊരു കീറ്റത്തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന്, അതിരാവിലെ തിരുസന്നിധി, അതൊക്കെ ഇങ്ങനെ പാടി അതിരാവിലെയാണ് നമുക്ക് ഉറക്കം കിട്ടുന്നത്. നമ്മൾ ഉറങ്ങുന്നവരാണ്. അമ്മച്ചി അമ്മച്ചിക്ക് ഒരു പണിയില്ല, യാതൊരു പണിയില്ല, രാവിലെ ഉറങ്ങത്തുമില്ല, മനുഷ്യരെ ഉറക്കത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒത്തിരി കുറ്റം പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയെ കളിയാക്കിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിക്ക് വേറെ, അമ്മച്ചി ഈ സൈലൻ്റായ പ്രാർത്ഥനയൊന്നും അമ്മച്ചിക്ക് അറിയാൻ പാടില്ലേ, ഈ ഉറക്കെയുള്ള പ്രാർത്ഥന. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥന, പിന്നെ ഉച്ചയ്ക്ക് പ്രാർത്ഥന, പിന്നെ ഈ ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ 102 വയസ്സ് വരെ ഒരു വല്യമ്മ പ്രാർത്ഥിച്ചതിൻ്റെ മിച്ചമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതപ്പോൾ പ്രാർത്ഥന പാഴായിപ്പോയോ? ഇല്ല. ആ പ്രാർത്ഥനയാണ് തലമുറകളിലേക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ പ്രാർത്ഥന പാഴായി പോവില്ല എന്ന് പറഞ്ഞേ, പ്രാർത്ഥന പാഴായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമുഖം പറയുകയാണ്, നമുക്കതുകൊണ്ട് ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളൊന്ന് ഗ്രഹിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, നമുക്ക് ഈ ദേവാലയത്തെക്കുറിച്ചും ഈ ദേശത്തെക്കുറിച്ചും എൻ്റെ ഒരു സന്തോഷം, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളൊരു ജനത ഈ ദേശത്തുണ്ട്. നന്നായിട്ടൊന്ന് ഊതി കത്തിച്ചെടുത്താൽ നന്നായി പ്രാർത്ഥനയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ജീവിതങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിക്കാം. നമുക്കെടുക്കാം ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം. ലൂക്കാ 11, അതിൻ്റെ 1-2 വാക്യങ്ങൾ. നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എടുത്ത് വായിക്കാം. ലൂക്കാ 11:1-2 വാക്യങ്ങൾ വായിക്കാമോ? അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ശിഷ്യന്മാർ യേശുവിനോട് വന്ന് ചോദിക്കുന്നത്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നല്ല, 5 അപ്പം 5000 വർദ്ധിപ്പിക്കുന്ന മാസ്മരിക വിദ്യയുടെ മർമ്മ രഹസ്യങ്ങൾ പറഞ്ഞു തരാമോ എന്നല്ല ചോദിക്കുന്നത്. അപ്പസ്തോലന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയാവോ? കർത്താവേ, അവർക്ക് പറയാവോ? കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവേ,
ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞാൻ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ആ ജനതയെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ഒരു കുടുംബത്തെ തോൽപ്പിക്കാൻ മാത്രം ഒരു പൈശാചിക ശക്തിയും വളർന്നിട്ടില്ല. ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ, ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ എടുക്കണ്ട, എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് തലവേദന എടുക്കും. 2-ാം അധ്യായം കഴിഞ്ഞ് 9-ാം അധ്യായം, 9-ാം അധ്യായം കഴിഞ്ഞ് 1-ാം അധ്യായം, അങ്ങനെയൊക്കെയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് വായിച്ച് വിഷമിപ്പിക്കുന്നില്ല, കേട്ടാൽ മതി. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഹാമാൻ എന്ന ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, സൈന്യാധിപൻ. സൈന്യാധിപൻ്റെ പേരെന്താണ്? ഹാമാൻ എന്ന് പറയുന്ന സൈന്യാധിപൻ. അപ്പോൾ യഹൂദനായ മറ്റൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് മൊർദെക്കായി. എന്തെന്ന്? മൊർദെക്കായി എന്ന് പറയുന്നത് എസ്തേറിൻ്റെ വളർത്തച്ഛനാണ്. എസ്തേറിൻ്റെ വളർത്തച്ഛൻ. അപ്പോൾ എസ്തേറിനെ വളർത്തിയത് മൊർദെക്കായിയാണ്. അപ്പോൾ ഈ മൊർദെക്കായി ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹം എല്ലാ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും, ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കും. മൊർദെക്കായി ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് മൊർദെക്കായി ഹാമാനെ അധികം മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഹാമാൻ ആദരവും അംഗീകാരവും ബഹുമാനവും പ്രതീക്ഷിച്ച് ജീവിച്ച ആളാണ്. ഹാമാന് എല്ലാവരും എന്നെ ബഹുമാനിക്കണം, അങ്ങനെയുണ്ട് ചില ആളുകൾ. നിങ്ങളെന്താണ് ഞാൻ വന്നപ്പോൾ ഗുഡ് മോർണിംഗ് പറയാഞ്ഞത്, നിങ്ങളെന്താണ് എഴുന്നേക്കാത്തത്, ഇങ്ങനെ അനാവശ്യ നിർബന്ധങ്ങളുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ആ ആത്മപൂജയുടെ ആ സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൻ്റെ മൂർത്തീഭാവമായിരുന്നു ഹാമാൻ. പക്ഷെ മൊർദെക്കായി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ആളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരാൾ മനുഷ്യൻ്റെ മുമ്പിൽ അധികം മുട്ടുകുത്താൻ ഇഷ്ടപ്പെടാറില്ല. ദൈവത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് മനുഷ്യനെ ബഹുമാനിക്കും. പക്ഷേ ഈ ഹാമാൻ പറയുന്നത് പോലെ അനാവശ്യ നിർബന്ധങ്ങൾക്ക് വഴിപ്പെടാൻ മൊർദെക്കായി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാമാന് സ്വാഭാവികമായും മൊർദെക്കായിയോടും യഹൂദന്മാരോടും സ്വാഭാവികമായും വിരോധമുണ്ടായി, വൈരാഗ്യമുണ്ടായി. അങ്ങനെ ഹാമാൻ മൊർദെക്കായിയെ കൊല്ലാൻ ഒരവസരം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരവസരം വന്നു ചേർന്നു, യഹൂദന്മാരെ എല്ലാം നശിപ്പിക്കാൻ ഒരവസരം വന്നു ചേർന്നു. മൊർദെക്കായിയെ തൂക്കിലേറ്റാനുള്ള ഗൂഢമായ ഒരു പദ്ധതി ഹാമാൻ തയ്യാറാക്കുകയും മൊർദെക്കായിയെ പരസ്യമായി പൊതുനിരത്തിൽ വെച്ച് എല്ലാവരും കാണുകയെ തൂക്കിലേറ്റുന്നതിന് വേണ്ടി വലിയൊരു കഴുമരം ഹാമാൻ തയ്യാറാക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഹാമാൻ ഈ കഴുമരം തയ്യാറാക്കി മൊർദെക്കായിയുടെ കൊല സ്വപ്നം കണ്ട്, കിനാവ് കണ്ട് ജീവിക്കുമ്പോൾ മൊർദെക്കായി എന്ത് ചെയ്യുകയായിരുന്നു? മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. പറയാവോ ഹല്ലേലൂയാ? അതായത് സാത്താൻ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ, സാത്താൻ നിന്റെ പ്രിയപ്പെട്ടവരെ വഞ്ചിക്കാൻ, ലോകവും പിശാചും ജഡവും മോഹങ്ങളുമെല്ലാം ഈ ലോകം ഇങ്ങനെ വാപിളർന്ന് നിൽക്കുന്ന ഒരു വിഷസർപ്പത്തെ പോലെ അപ്പാടെ വിഴുങ്ങാൻ ഇങ്ങനെ വാപിളർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള പദ്ധതികളും കെണികളും തയ്യാറാക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവമക്കൾ അവർക്ക് ചെയ്യാൻ അവർക്കറിയാവുന്ന ഏക കാര്യം എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മൊർദെക്കായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമുക്ക് അതാണ്, അത് ഈ ദൈവ മനുഷ്യർക്ക് ധൈര്യമുണ്ട്. ഞാൻ എന്താ പറഞ്ഞേ? ദൈവ മനുഷ്യർക്ക് ധൈര്യമുണ്ട്. ധൈര്യം. ഇന്നത്തെ മനുഷ്യന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വലിയ ഭയമാണ് മനുഷ്യന്. ഡിപ്രഷൻ, ഭയം. ഇത് മനുഷ്യനിങ്ങനെ അലട്ടുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവ മനുഷ്യർക്ക് ഭയമില്ല. ഏലിയായുടെ ചരിത്രം ഒരു നാടകമാണെങ്കിൽ ആ നാടകത്തിനകത്തേക്ക് ഏലിയ എന്ന പ്രധാന കഥാപാത്രം കയറി വരുന്നത് ആമുഖങ്ങളില്ലാതെയാണ് കയറി വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബൈബിൾ വായിച്ച് പോകുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ എടുക്കും 17-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നാണ്, ഓഫ് ഹാൻഡായിട്ട്, അബ്രപ്റ്റായിട്ട്, നൊടിനാഴിക നേരം കൊണ്ട്, കണ്ണിമ ചിമ്മുന്ന നാഴിക നേരം കൊണ്ട് പെട്ടെന്ന് ഒരു കഥാപാത്രം, അതും പ്രധാന കഥാപാത്രം, സ്റ്റേജിലേക്ക് കയറി വരികയാണ്. അങ്ങനെയാണ് ഏലിയ നമ്മുടെ ഈ വചനത്തിൻ്റെ താളുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെയാണ് ആ ഭാഗം തുടങ്ങുന്നത്. 1 രാജാക്കന്മാർ 17:1. അക്കാലത്ത് ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. എടുക്കാവോ അത്? ഗിലെയാദിലെ
തിഷ്ബയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് കണ്ടോ, ഇതൊരു നാടകമാണെങ്കിൽ ഈ നാടകത്തിലേക്ക് പ്രധാന കഥാപാത്രം കയറി വരുന്നത് ആമുഖങ്ങൾ ഇല്ലാതെയാണ്, അവതാരികകളില്ലാതെയാണ്. അയാളിങ്ങനെ കയറി വരികയാണ്, വിത്തൗട്ട് നോ ഇൻട്രഡക്ഷൻ. ഇയാളിങ്ങനെ രംഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളിങ്ങനെ അന്തിച്ച്, കാണികൾ, കാഴ്ചക്കാർ അന്തിച്ച് നിൽക്കുകയാണ്. ആരാണിത്? ആരാണിത്? ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടായില്ലേ? മറ്റേ ഞാൻ സിനിമയൊക്കെ പറഞ്ഞാൽ അത് മോശമാവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില കഥാപാത്രങ്ങളൊക്കെ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കൂടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ഒരു വലിയ ആമുഖം കൊടുക്കും. വരാൻ പോവാണ്, ആരാണ്? സിംഹം, നരസിംഹം വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആമുഖം കൊടുക്കും. എന്ന് പറഞ്ഞ പോലെയാണ് പ്രധാന കഥാപാത്രങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്നുകിൽ അതിനകത്ത് ഒരു സംഗീതം കൊണ്ട് അവരൊരു ആമുഖം തയ്യാറാക്കും. അതായത് അപ്പോൾ ഈ കാണികൾക്ക് അറിയാം ആരോ എന്തോ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. പക്ഷെ നമ്മൾ ഈ ബൈബിൾ വായിച്ച് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ 17-ാം അധ്യായത്തിൽ നമ്മൾ ഈ വായനക്കാരൻ പെട്ടെന്ന് ഷോക്ക്ഡ് ആവുകയാണ്. വായനക്കാരൻ പെട്ടെന്ന് നടുങ്ങുകയാണ്. ആരാണിത്? ഈ കയറി വന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? ആരാണ് ഈ വന്നത്? ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ. ഇതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ആകെയുള്ളത്, ഇതിന് തൊട്ട് മുമ്പ് 1-2 വാക്യങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ട് സൂചനയില്ല. അദ്ദേഹം വരാനുള്ള പശ്ചാത്തലം മാത്രം പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഏലിയാ പ്രവാചകൻ കയറി വന്നു. അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ്, ആരാണിത്? ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ. ഈ പ്രവാചകൻ കയറി വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സേവിക്കുന്ന കഷായോ ഇസ്രായേൽ, കഷായം സേവിക്കുന്ന കാര്യമല്ലേ പറയും. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കണമെന്നറിയാം, ഇസ്രായേലിൻ്റെ രാജപരമ്പരകളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഇസ്രായേലിലെ രാജകുടുംബങ്ങളുടെ കഥ പരിശോധിച്ചാൽ നമ്മൾ കാണും, ആ ഇസ്രായേൽ രാജപരമ്പരകളിലെ ഏറ്റവും ക്രൂരനും അധമനും നീചനും നിന്ദനുമായ രാജാവായിരുന്നു ആര്? ആഹാബ്. മഹാനീചനായ രാജാവായിരുന്നു. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം പിടിച്ചെടുത്തവൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും അധമയായ സ്ത്രീയായിരുന്നു. രാജപരമ്പരയിലെ ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്ത ജസബൽ എന്ന് പറയുന്ന ഭാര്യ. ആഹാബും ജസബലും അപ്പം അത്രയും നൊട്ടോറിയസ് ആയ ആളുകളാണ്. അവർ കുപ്രസിദ്ധി നേടിയവരാണ്. കിരാതത്വത്തിനും ക്രൂരതയ്ക്കും കുപ്രസിദ്ധി നേടിയ ഈ രാജാവും രാജ്ഞിയും ക്രൂരനും ക്രൂരയുമാണ്. കേൾക്കുന്നുണ്ടോ? അപ്പം ഈ രാജാവ് കൊള്ളരുതായ്മകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ച് രാജാവ് ഇങ്ങനെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നിട്ട് പറയുകയാണ്, രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു സാമ്രാജ്യത്തെ ഒറ്റയ്ക്ക് നേരിടുകയാണ്. ഒരു രാജ്യത്തെ ഒറ്റയ്ക്ക് നേരിടുകയാണ്. ഒരു സാമ്രാജ്യ അധിപതിയെ, ഒരു പ്രജാപതിയെ, ചക്രവർത്തിയെ ഒറ്റയ്ക്ക് നേരിടുകയാണ്. നേരെ വന്നിട്ട് അയാളുടെ നെറുകയ്ക്ക് നേരെ ആരോപണത്തിൻ്റെ ചൂണ്ടുവിരൽ നീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ദേശത്ത് ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. നിങ്ങൾ ബൈബിൾ വായിക്കുന്നത് ശ്രദ്ധയോടെയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് വരുമ്പോൾ വായനക്കാരൻ്റെ മനസ്സ് അസ്വസ്ഥമാവും. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ, ഈ പ്രവാചകൻ ഇങ്ങനെ പറയാൻ എവിടുന്ന് കിട്ടി ഈ ധൈര്യം? എന്താണ് ഈ മനുഷ്യൻ്റെ ധൈര്യം? എന്താണ് ഈ മനുഷ്യൻ്റെ ധൈര്യം? നിങ്ങൾ ഈ ചരിത്രം ഒന്നും വായിച്ചാൽ നിങ്ങൾക്ക് ഏലിയായെക്കുറിച്ച് ഒന്നും കിട്ടില്ല. ഏലിയായെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അതിനൊരൊറ്റ വാചകമേ ഉള്ളൂ ബൈബിളിൽ. ആ വാചകം ഇതാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. ധൈര്യം എവിടുന്നറിയാമോ? ഇതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ, before whom I stand, before whose face I stand. The Lord of Israel, before whose face I stand. ഞാൻ ആരുടെ മുഖത്തിൻ്റെ മുമ്പിലാണോ ജീവിക്കുന്നത് ആ ഇസ്രായേലിൻ്റെ ദൈവമാണ്. ധൈര്യം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? അതായത് ഒരു മനുഷ്യൻ
ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പിൽ ജീവിക്കുന്നവന് കിട്ടുന്ന ധൈര്യമാണത്. ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പിൽ ദൈവത്തെ നോക്കിയിരിക്കുന്നവന് കിട്ടുന്ന ധൈര്യമാണത്. ആരെയാണ് അയാൾ വെല്ലുവിളിക്കുന്നത്? ഈ രാജ്യത്തിലെ രാജപരമ്പരയിലെ ഏറ്റവും നീചനായ രാജാവിൻ്റെയും ഏറ്റവും അധമയായ രാജ്ഞിയുടെയും മിഴികളിൽ നോക്കിയിട്ട് ഭയലേശമില്ലാതെ അയാൾ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. കൊടുങ്കാറ്റ് പോലെ അയാൾ ആ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. അയാൾ ആ രംഗത്ത് നിന്നും അപ്രത്യക്ഷനായി. പറഞ്ഞേ ഹല്ലേലൂയ.